ഏകദേശം 28 ലക്ഷം ആളുകൾക്ക് സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുത്തിരുന്ന ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം 16-18 മാസത്തെ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ ബാക്കിയായിരുന്നു. ആ പെൻഷൻ 1000 രൂപയാക്കി ഉയർത്തി ഈ നാട്ടിലെ അന്നുണ്ടായിരുന്ന 28 ലക്ഷത്തിൽ നിന്ന് 62 ലക്ഷത്തോളം ആളുകൾക്ക് സ്ഥിരമായിട്ട് പെൻഷൻ കൊടുത്തു വന്ന 1600 രൂപയായി സ്ഥിരമായി പെൻഷൻ കൊടുത്തു വന്നൊരു സർക്കാരാണ് സർ. ഈ നാട്ടിൽ ഒരു കാലത്തും നടക്കില്ല എന്ന് വിചാരിച്ചിരുന്ന നാഷണൽ ഹൈവേ അടക്കം, ഗെയിൽ പൈപ്പ് ലൈൻ അടക്കം, അങ്ങനെ തുടങ്ങിയ ഒട്ടനവധി മേഖലകൾ ഒരു കാലത്തും കേരളത്തിൽ നടക്കില്ല എന്ന് ജനങ്ങൾ കണക്കൂട്ടിയത് മുഴുവൻ മാറ്റിമറിച്ച് ജനങ്ങൾക്ക് ആശ്വാസം നൽകി മുന്നോട്ട് പോകുന്നു സർ. 16 തൊട്ട് 21 വരെയുള്ള 5 വർഷക്കാലം ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ച് നേരിടാവുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളെ നേരിട്ട ഗവൺമെന്റായിരുന്നു സർ 16 തൊട്ട് 21 വരെയുള്ള. അന്നുണ്ടായ പ്രകൃതി ദുരന്തങ്ങൾ, ഓഖി ദുരന്തം, അത് കഴിഞ്ഞിട്ട് നീണ്ടുനിന്ന കൊറോണ വിഷയങ്ങൾ നമുക്കറിയാം. ഈ പ്രതിസന്ധി ഘട്ടത്തിലെല്ലാം കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും ചേർത്ത് പിടിച്ച് അവർക്ക് ആശ്വാസം നൽകി വീടില്ലാത്ത 4 ലക്ഷം ജനങ്ങൾക്ക് വീടുണ്ടാക്കി കൊടുത്ത് വളരെ ജനകീയമായി മുന്നോട്ട് പോയ ഒരു സർക്കാർ എങ്ങനെ തോറ്റു?